ചായക്ക് നല്ല ചൂടുണ്ടല്ലേ? അതെ. എന്നാ ആ റൂമിലേക്ക് വെച്ചേക്കെന്ന് പറയാട്ടോ ഹരി. അങ്ങനെ അലീന ആ ചായയുമായിട്ട് ആ റൂമിലിട്ട് പോയി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ഓടിയെത്തുകയാണ് ഹരി. എന്നിട്ട് ഞാനൊരു ചായ ചോദിച്ചാൽ നിനക്ക് തരാൻ എന്താ ഇത്രക്ക് താമസം എന്ന് ചോദിക്കുകയാണ്. ഇത്രയ്ക്ക് മടിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നല്ലോ, കോഫി ഉണ്ടാക്കി കൊണ്ടുവന്നല്ലോ എന്ന് പറയാട്ടോ അലീന. അതിങ്ങ് തന്നേക്കെന്ന് പറയാണ്. അങ്ങനെ അലീന കൈ നീട്ടുന്ന സമയത്ത് മനു അല്ല ഹരി അലീനയുടെ കയ്യിൽ കയറി പിടിക്കാട്ടോ. അപ്പോൾ എന്താ നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുകയാണ് അലീന. എനിക്കങ്ങനെ പല ഉദ്ദേശങ്ങളും ഉണ്ടാവും എന്ന് പറയണേ. അപ്പോൾ അലീന പറയുന്നുണ്ട് അതങ്ങ് കൊല്ലപ്പള്ളിയിൽ, അതൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറയണം. ഞാനൊരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ നടത്തിയെടുക്കുമെന്ന് പറയാട്ടോ ഹരി. അതൊന്നും ഇവിടെ നടക്കില്ല, കയ്യെന്ന് വിടുമെന്ന് പറയാണ് അലീന. വിട്ടില്ലെങ്കിൽ എന്ന് ചോദിക്കുകയാണ് ഹരി. അപ്പോൾ അവിടെ ഒരു പിടിവലി നടക്കുകയാണ്. കൈ വിടുവിക്കാനായിട്ടുള്ള ശ്രമത്തിൽ അലീനയുടെ കയ്യിലെ കോഫി ഹരിയുടെ മേലൊക്കെ തെറിക്കുക കേട്ടോ. അതായത് ആ ചൂടുള്ള കോഫി മേലൊക്കെ ചാടുകയാണ്. അപ്പോൾ അവന് പൊള്ളലേൽക്കണ്ടോ, അന്ന് ആശം പിടിക്കാനെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഹരി അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ആ ഗ്ലാസ്സൊക്കെ വീണ് താഴെ വീണ് പൊട്ടുന്നുണ്ട് കേട്ടോ, കപ്പും ഗ്ലാസ്സൊക്കെ. പിന്നീട് അലീന അവിടെയൊക്കെ ക്ലീൻ ചെയ്യുക കേട്ടോ. ആ ചായ കോഫി തറയിൽ വീണതൊക്കെ ക്ലീൻ ചെയ്യാണ്. പിന്നീട് കാണിക്കുന്നത് അലീന അതൊക്കെ ക്ലീൻ ചെയ്ത് വരുന്ന സമയത്ത് ഒരു സ്ത്രീ ഇങ്ങനെ അകത്തേക്ക് കയറി വരുന്നത് കാണാം കേട്ടോ. ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി വരുന്നത് കാണുകയാണ്. അങ്ങനെ അലീന അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഒരു സഹായം ചോദിച്ചു വന്നാട്ടോ. ഭർത്താവിനും തനിക്കും കൂലിപ്പണിയാണ്, 3 മക്കളുണ്ട്. ഇളയ കൊച്ചിന് അപ്പൻഡിസൈറ്റിസ് ആണ്, അപ്പോൾ അതിന് ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് നോക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുഞ്ഞിൻ്റെ രോഗവിവരങ്ങളൊക്കെ പറയണം. 3 കൊച്ചുങ്ങളെ വളർത്തണം. സഹായം ചോദിച്ചിട്ട് കുറച്ച് സഹായം കിട്ടി, 1000 രൂപ കിട്ടി. പിന്നെ അതുപോലെ വീടുകളൊക്കെ കയറി ഇറങ്ങിയിട്ട് ഒരു 500 രൂപയും കിട്ടിയെന്ന് പറയാട്ടോ. 5000 രൂപ വേണം, എന്നാലേ ഓപ്പറേഷൻ നടക്കുള്ളൂ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലല്ലേ, മെഡിക്കൽ കോളേജിൽ രൂപയൊന്നും വേണ്ടല്ലോ എന്ന് പറയാട്ടോ. ഡോക്ടർമാർക്കും കൊടുക്കണം മോളെ, അതുപോലെ സിസ്റ്റർമാർക്കും കൊടുക്കണം, എന്നാലേ അവർ നന്നായിട്ട് നോക്കുള്ളൂ. പിന്നെ മരുന്നൊക്കെ പുറത്തേക്ക് എഴുതും, അത് വാങ്ങിക്കണം. എനിക്കാണെങ്കിൽ വീട് കയറി ഇറങ്ങി മടുത്തു, എനിക്കിനി വയ്യ കയറി ഇറങ്ങാൻ പറ്റൂലാണ്ടായി എന്നൊക്കെ പറയണേ. എന്നിട്ട് ആ സ്ത്രീ അവിടെ ഇങ്ങനെ ആ സ്റ്റെപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് വരുന്നതാണ്, ഇതൊക്കെ സത്യമാണോ എന്ന് എങ്ങനെ വിശ്വസിക്കുകയും ആർക്കറിയാമെന്ന് പറയുമ്പോൾ മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ എടുത്ത് കാണിച്ചു കൊടുക്കുക കേട്ടോ സ്ത്രീ. ഇനി എത്ര രൂപയുടെ കുറവുണ്ടെന്ന് ചോദിക്കുകയാണ്. ഇനി ഒരു 3500 രൂപ വേണം മോളെ, എന്നാലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ എൻ്റെ കൊച്ചിൻ്റെ ഓപ്പറേഷൻ നടക്കുമെന്ന് പറയണേ. 1 മിനിറ്റ്, ഇവിടെ വേണ്ടപ്പെട്ടവരാരുമില്ല, 1 മിനിറ്റ് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അലീന അകത്തേക്ക് പോവാട്ടോ. സ്ത്രീ അവിടെ തന്നെ ഇരിക്കുക കേട്ടോ. അലീന പോയിട്ട് കുറച്ച് കാശ് എടുത്തുകൊണ്ട് വരികയാണ്. ഇതാ നാളെ തന്നെ മോളുടെ ഓപ്പറേഷൻ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാശ് കൊടുക്കാട്ടോ. ഇത്രയും പൈസയും ചോദിക്കുകയാണ്. ഇനി ഒരു വീടും കയറി ഇറങ്ങാൻ നിൽക്കേണ്ട, നേരെ വീട്ടിലേക്ക് പൊക്കോ, നാളെ തന്നെ ഓപ്പറേഷൻ നടക്കട്ടെ, മോള് നന്നായി ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാശ് മുഴുവനും കൊടുക്കുക കേട്ടോ. അവർക്ക് ഭയങ്കര സന്തോഷമാണ്, കൈ കൂപ്പി തൊഴുതിട്ടാണ് അവർ പോകുന്നത് കേട്ടോ. അത് നോക്കി നിൽക്കുകയാണ് അലീന. പിന്നീട് അലീന മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുമ്പോൾ നീ രൂപ എടുത്തുകൊണ്ട് പോയത് ആർക്ക് കൊടുക്കാനാന്ന് ചോദിക്കട്ടോ മുത്തശ്ശി. അതൊരു പാവപ്പെട്ട സ്ത്രീ വന്നു, മുത്തശ്ശി അതിൻ്റെ കൊച്ചിന് സുഖമില്ല, ഓപ്പറേഷൻ നടത്താൻ വേണ്ടി കാശ് വേണമെന്ന് പറഞ്ഞു. നീ എത്ര കൊടുത്തു? 3000 രൂപ കൊടുത്തു. എൻ്റെ ദൈവമേ, 3000 രൂപ ആരെങ്കിലുമൊക്കെ കൊടുക്കുമോ? 3000 രൂപ? അതേ മുത്തശ്ശി, ആരും കൊടുക്കില്ല. അവർ വീട് തോറും ഇങ്ങനെ കയറി ഇറങ്ങിയിട്ട് അവർക്കൊന്നും കിട്ടിയില്ല, പാവപ്പെട്ടവരാണ്, വളരെ സങ്കടപ്പെട്ടാണ് എന്നോട് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. അല്ല കൊച്ച്, ഏതെങ്കിലും ആൾക്കാർ കൊടുക്കുമോ 3000 രൂപ എന്ന് പറയുമ്പോൾ ആരും കൊടുക്കില്ല മുത്തശ്ശി, അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. അപ്പം നിനക്ക് എന്തെങ്കിലും വേണ്ടേ, നിനക്കത് ഉപകാരപ്പെടില്ല എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ ആ കാശ് ഇരുന്നിട്ട് എന്തിനാ, എനിക്കുള്ളത് ദൈവം തന്നോളൂ എന്ന് പറയാട്ടോ. ദൈവം തരുന്നതൊക്കെ നീ ഇങ്ങനെ എടുത്ത് കൊടുക്കല്ലേ എന്ന് പറയാട്ടോ. ശരിയാ മുത്തശ്ശി പറഞ്ഞത്, ദൈവം തരുന്നതൊക്കെ ഞാൻ എടുത്ത് കൊടുക്കുകയാണ്. മുത്തശ്ശനും മനുവേട്ടനും കൂടെ എന്നെ കാണാൻ വന്ന സമയത്ത് മമ്മിയുടെ കയ്യിൽ കൊടുത്തതാണ് ആ കാശ്. ആ മമ്മിയാണ് എൻ്റെ ദൈവം, ആ ദൈവം തന്ന കാശാണ്, അതൊരിക്കലും വെറുതെ പോവില്ല മുത്തശ്ശി എന്ന് പറയാണ്. നിന്നെപ്പോലെ നീ മാത്രമേ ഉള്ളൂ കുഞ്ഞേ എന്ന് പറയാട്ടോ അലീനയോട് മുത്തശ്ശി. പിന്നീട് കാണിക്കുന്നത് ഗ്രേസുമ്മ ഫോൺ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതാണേ. 5 വർഷം അവൻ ഇവിടെ താമസിച്ച് പഠിച്ചല്ലേ, ഡിഗ്രിയും PGയും കഴിഞ്ഞാൽ അവന് ഇവിടെ നിന്ന് പോയത്. എന്നിട്ട് കോട്ടയം വരെ വന്നിട്ട് അവനൊന്നും ഇങ്ങോട്ടേക്ക് വന്നില്ലല്ലോ. അത്രയൊക്കെ ഉള്ളൂ, ഒന്നും നമ്മൾ പ്രതീക്ഷിക്കരുത് ആലീസെ, പ്രത്യേകിച്ച് സ്വന്തക്കാരിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രേസമ്മ ഫോണിലൂടെ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് ഫോൺ വെക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരോടെ ഇത്ര ദേഷ്യം എന്ന് ചോദിച്ചുകൊണ്ട് രേവതിക്കുട്ടി വരും കേട്ടോ. 5 വർഷം ഇവിടെ താമസിച്ചവനാവൻ, അവൻ്റെ മമ്മിയെക്കാളും എന്നോടായിരുന്നു ഇഷ്ടം, അങ്ങനെ ഭയങ്കര പുന്നാരായിരുന്നു. എന്നിട്ട് കാനഡയിൽ ജോലിയും കിട്ടി പോയി. പിന്നീട് നാട്ടിലൊന്ന് വന്നപ്പോൾ കോട്ടയം വരെ വന്നിട്ട് 2 മണിക്കൂറേ ഉള്ളൂ അവൻ ഇങ്ങോട്ടേക്ക് വരാൻ. എന്നിട്ട് അവന് നേരമില്ല എന്ന് പറഞ്ഞ് അവൻ വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിക്കുട്ടിയോട് പറയാട്ടോ. ആരുടെ കാര്യമാണ് പറയുന്നതെന്ന് ചോദിക്കുക രേവതിക്കുട്ടി. മാമച്ചായൻ്റെ പെങ്ങളുടെ മോൻ്റെ കാര്യമാണ് പറയുന്നതെന്ന് പറയട്ടോ. അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ എന്താ ചോദിക്ക്? ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്, സാറിനും മാഡത്തിനും കൊച്ചമ്മയ്ക്കൊന്നും മക്കളാരും ഇല്ലേന്ന് ചോദിക്കുകയാണ്. ഇവിടെ ഒരു ഫോട്ടോ പോലും കണ്ടില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയട്ടോ.
മക്കളെ കുറിച്ചൊന്നും പറഞ്ഞതും കേട്ടില്ല എന്ന് പറയുമ്പോൾ ഗ്രേസമ്മ ചാടി എഴുന്നേറ്റിട്ട് ദേഷ്യപ്പെടുകയാണ്. നിനക്ക് എന്തൊക്കെ അറിയണം? ഞങ്ങൾക്ക് മക്കളുണ്ടോ ഇല്ലയോ എന്നൊക്കെ നീ അന്വേഷിക്കേണ്ട കാര്യം എന്താ? നീ അതിൻ്റെ കാര്യമൊന്നും അന്വേഷിക്കേണ്ട. ജോലിക്ക് വന്ന് ജോലി ചെയ്തിട്ട് ശമ്പളം വാങ്ങിച്ച് ജീവിച്ചാൽ മതി. നിനക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെയധികം വഴക്ക് പറഞ്ഞുകൊണ്ട് ഗ്രേസമ്മ അവിടുന്ന് ചാടി തുള്ളി പോവാണ്. അത് കേട്ടിട്ട് ആകെ വിഷമിച്ച് പോവാണ് രേവതിക്കുട്ടി. അവിടെ നിന്ന് പെട്ടെന്ന് കരയാണ് കേട്ടോ. ആ സമയത്ത് മാമച്ചായനെ അങ്ങോട്ടേക്ക് വരികയാണ്. മാമച്ചായൻ വന്നിട്ട് രേവതിക്കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കണേ. ഒന്നുമില്ല എന്ന് പറയണേ. ഒന്നുമില്ലാതെ വെറുതെ കരയോ? എന്താ കാര്യം എന്ന് ചോദിക്കട്ടോ. കൊച്ചമ്മ എന്നെ വഴക്ക് പറഞ്ഞു എന്ന് പറയണേ. നിനക്കത് കിട്ടണം. നീ എനിക്ക് ഇട്ട് കുറേ പാര വെച്ചതല്ലേ. അവൾ എന്നെ വഴക്ക് പറയാറുണ്ടല്ലോ, എന്നിട്ട് ഞാൻ കരയാറില്ലല്ലോ. എന്തായാലും നിനക്ക് കിട്ടിയത് നന്നായി എന്ന് പറയട്ടോ. സാരമില്ല, ഞാൻ സഹിച്ചോളാം എന്ന് പറയണ രേവതിക്കുട്ടി. എങ്കിൽ നീ തന്നെ സഹിക്കണം, അല്ലാതെ എനിക്ക് സഹിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ അവളെന്തിനാ നിന്നെ വഴക്ക് പറഞ്ഞതെന്ന് ചോദിക്കണേ. അത് ഞാൻ കൊച്ചമ്മയോട് ചോദിച്ചു, നിങ്ങൾക്ക് സാറിനും കൊച്ചമ്മയ്ക്കും മക്കളൊന്നുമില്ല, ഇവിടെ ഒരു ഫോട്ടോയൊന്നും കണ്ടില്ല, അവരെ പറ്റി പറഞ്ഞൊന്നും കേട്ടില്ല, അത് ചോദിച്ചത് തന്നെ എന്നെ വഴക്ക് പറഞ്ഞത് എന്ന് പറയാട്ടോ. അപ്പോൾ മാമച്ചാനൊന്ന് മൂളിയിട്ട്, നീ എന്തിനാ അതൊക്കെ ചോദിക്കാൻ പോയെന്ന് ചോദിക്കുകയാണ് രേവതിക്കുട്ടിയോട്. അറിയാതെ ചോദിച്ചു പോയതാണെന്ന് പറയാട്ടോ. ഇവിടെ ഒരു ഫോട്ടോ ഒന്നും കണ്ടില്ല, അതുകൊണ്ട് അറിയാതെ ചോദിച്ചു പോയതാണെന്ന് രവതിക്കുട്ടി പറയുമ്പോൾ മാമച്ചാൻ പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല, നിനക്കറിയാൻ വേണ്ടി ഞാൻ പറയാം. ഭയങ്കര വിഷമത്തോട് കൂടിയിട്ടാണ് കേട്ടോ പറയുന്നത്. ഞങ്ങൾക്ക് ഒരു മോനുണ്ടായിരുന്നു, 25 വയസ്സായിരുന്നു. 4 വർഷം മുമ്പ് അവൻ ഞങ്ങളെ വിട്ടിട്ട് പോയി. ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു എന്ന് പറയാട്ടോ. അത് കേട്ടിട്ട് രവതിക്കുട്ടി ആൾക്ക് ഷോക്കാവുകയാണ്. എന്നിട്ട് മാമച്ചാൻ പറയുന്നുണ്ട്, 25 വയസ്സ് മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ, ഫോട്ടോ ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല ഞങ്ങൾ വെക്കാത്തത്, ഞങ്ങൾക്ക് കാണാൻ വയ്യ, അതുകൊണ്ടാണ്. ഇനി മുകളിൽ ചെന്നിട്ട് അവിടെ ചെന്നിട്ടേ ഞങ്ങൾ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മാമച്ചാനും സങ്കടപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോവാട്ടോ. പിന്നീട് രേവതിക്കുട്ടി വന്നിട്ട് ഗ്രേസമ്മയോട് കാല് പിടിച്ച് സോറി പറയാട്ടോ. അയ്യോ സോറി, അങ്ങനെയൊന്നും പറയണ്ട, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് മോളോട് അങ്ങനെയൊക്കെ പറഞ്ഞതാണ്, അത് സാരമില്ല എന്ന് പറയാട്ടോ. എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്ന് പറയുന്ന രേവതിക്കുട്ടി. അപ്പോൾ സാരമില്ല. അപ്പോൾ ഭയങ്കര വിഷമത്തോടു കൂടിയാണെങ്കിലും ഗ്രേസമ്മ പറയുന്നുണ്ട്, ഞങ്ങൾക്കൊരു മോനുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സാർ എന്നോടെല്ലാം പറഞ്ഞു എന്ന് പറയണം, എനിക്കൊന്നും അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും ചോദിക്കില്ല എന്ന് പറയാട്ടോ. സാരമില്ല, എന്നാൽ നീ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ പോയി ചെയ്തോ എന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടീനെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. ശേഷം ഗ്രേസമ്മ ആകെ വിങ്ങിപ്പൊട്ടിയിരിക്കുക കേട്ടോ അവിടെ. പിന്നീട് കാണിക്കുന്നത് മനു കടപ്പാട്ടൂർ വീട്ടിലേക്ക് വരുന്ന കേട്ടോ. മനു അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ ബാലചന്ദ്രൻ ജോലി സ്ഥലത്തേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങുമായിരുന്നു. മനു അത് എപ്പോൾ എത്തി, ലാൻഡ് ചെയ്തു എന്നൊക്കെ ചോദിക്കേട്ടോ. ഞാൻ വെളുപ്പിനെ എത്തി. അപ്പോൾ എങ്ങനെയാണ്, ബസ്സിനോ ട്രെയിനോ വന്നതെന്നൊക്കെ കുശലം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് എന്നാൽ തിരിച്ചു പോകണമെന്ന് ചോദിക്കുമ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാന്ന് പറയാട്ടോ. എന്നാൽ ഇടയ്ക്ക് കടയിലോട്ടൊക്കെ ഇറങ്ങുക. വേണ്ട, ഞാൻ അവിടെ വന്ന് എനിക്ക് ബോറടിക്കും, മംഗൾ എപ്പോഴും ബിസിയല്ലേ, പിന്നെ എനിക്ക് എൻ്റെ കടയൊക്കെ വിട്ട് നിൻ്റെ കൂടെ നടക്കാൻ പറ്റുമോ, എന്തായാലും ഞാൻ പോട്ടെ, ആൻറ്റി അകത്തുണ്ടെന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ പോവാട്ടോ. അങ്ങനെ മനു നേരെ ചെല്ലുന്നത് മുത്തശ്ശിയുടെ അടുത്തേക്കാണ്. മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാണ്. കുട്ടാ നീ വന്നോ എന്ന് ചോദിക്കണം. അങ്ങനെ എന്തൊക്കെയുണ്ട് മുത്തശ്ശി വിശേഷം, ഈ കാലിലെ പ്ലാസ്റ്ററൊക്കെ മാറ്റിയിട്ട് എഴുന്നേറ്റ് നടക്കണ്ടേ? പിന്നെ നടക്കണ്ടേ, എനിക്ക് ധൃതിയായി എന്ന് പറയണം. എങ്ങനെയുണ്ട് അലീന കൊച്ചെന്ന് ചോദിക്കുമ്പോൾ സൂപ്പറാണ്, അടിപൊളിയാണ്, നല്ല സ്നേഹമുള്ള കൊച്ചാണ്, അതിന് കിട്ടിയതാണ് എൻ്റെ ഭാഗ്യം എന്നൊക്കെ പറയാട്ടോ മുത്തശ്ശി. നീ എനിക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ പുണ്യമാണ് മോനെ അലീന എന്നൊക്കെ പറഞ്ഞ പാവം കൊച്ചാടാ, ഒരു അനാഥയായിപ്പോയത് എങ്ങനെയാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്, നല്ലൊരു കുടുംബത്തിൽ ജനിച്ച കൊച്ചായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പാതിയിൽ നിർത്തുക കേട്ടോ. നല്ല കുടുംബത്തിൽ ജനിച്ച കൊച്ചായിരുന്നെങ്കിൽ എന്താ പാതി നിർത്തിയത്, എന്താ ഇങ്ങോട്ട് പറയുമെന്ന് പറയാട്ടോ. ഒന്നുമില്ല എന്ന് മുത്തശ്ശി പറയുമ്പോൾ, അല്ലല്ല നിർത്തിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് പറയുമെന്ന് പറയണം മനു. അങ്ങനെയാണെങ്കിലേ നിനക്ക് ഇത്രയും നല്ലൊരു കൊച്ചിനെ വേറെ കിട്ടത്തില്ലായിരുന്നു, നിങ്ങൾ തമ്മിൽ നല്ല മാച്ചായിരുന്നു, പക്ഷേ എന്ത് ചെയ്യാനാ, അനാഥയായിപ്പോയില്ലേ, ആരുമില്ലാത്തവളായിപ്പോയില്ലേ എന്ന് പറയാട്ടോ മുത്തശ്ശി. ആരുമില്ലാത്തവൾക്കല്ലേ മുത്തശ്ശി കൂട്ട് വേണ്ടത് എന്ന് പറയാട്ടോ മനു. എന്താ, ഒന്നുമില്ല, ഞാനൊന്നും ഉദ്ദേശിച്ചില്ല മുത്തശ്ശി എന്നൊക്കെ പറയാട്ടോ. നീ കുറേ ഒന്നും അങ്ങോട്ട് ഉദ്ദേശിക്കേണ്ട, എന്താണെങ്കിലും ആളെവിടെയെന്ന് ചോദിക്കുകയാണ്. അതിനിവിടെ 100 കൂട്ടം പണിയുണ്ട്, ഇവിടെ മുത്തശ്ശിയുടെ അടുത്ത് നോക്കാൻ ഏൽപ്പിച്ചിട്ട് അവളെ ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് പറയാട്ടോ. അതിനെ ഇവിടെ അമ്മായിമ്മപ്പോരെടുക്കില്ലേ അവളുടെ അടുത്ത്, എല്ലാ ജോലിയും അവളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. വൈജയന്തി കാണിക്കുന്ന ഓരോ പ്രവൃത്തികളും മനുവിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാം കേട്ടോ. നീ ഇവിടേക്ക് വാ, ഞാനൊരു കാര്യം കൂടി പറയാമെന്ന് പറഞ്ഞിട്ടെ, അവളെ കണ്ടാലേ വൈജയന്തിയുടെ മക്കളെക്കാളും കുറച്ച് ഭംഗി കൂടുതലല്ലേ, അവൾ നല്ല ഡ്രസ്സ് ഇട്ടുന്നാൽ ഇവിടുത്തെ മോളാണെന്നല്ലേ പറയുള്ളൂ. അതൊക്കെ ശരിയാണ്. അപ്പോൾ പണ്ട് മുതലേ ജയമോക്കുള്ള ഒരു ഇതാണ്, ജോലിക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലിക്കാരുടെ രീതിയിൽ നിൽക്കണം, ആ വേഷവിധാനം നിൽക്കണം. അപ്പോൾ അതിന് അവളുടെ മുഖത്ത് കരി വാരിത്തേക്കാൻ പറ്റുമോ മുത്തശ്ശി എന്ന് ചോദിക്കുകയാണ് മനു. അതില്ലാത്തതുകൊണ്ട് അവഹേളനവും അപമാനവും കുറ്റപ്പെടുത്തലും ചീത്തപ്പറച്ചിലും ഒക്കെ ആയിട്ട് നടക്കുക എന്ന് പറയാട്ടോ വൈജയന്തി. മുത്തശ്ശിക്ക് ഇങ്ങനെയൊരു നെഗറ്റീവുള്ള മോളുണ്ടായതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ലടാ, അവൾക്ക് നല്ല സ്നേഹമാണ്, മക്കളോടും ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, എന്നോടും ഭയങ്കര സ്നേഹമൊക്കെ തന്നെയാണ്, പക്ഷേ കുറച്ച് അഹങ്കാരം ഉണ്ടെന്നുള്ളൂ
എന്ന് പറയട്ടോ മുത്തശ്ശി. ആ ശരിയാണ്, ദേഷ്യം വരുമ്പോൾ കത്തിയെടുത്ത് കുത്തിക്കൊല്ലുന്നേ ഉള്ളൂ, പക്ഷേ ആൾ പാവാണെന്ന് പറയുന്നത് പോലെ ആയല്ലോ മുത്തശ്ശി എന്ന് പറഞ്ഞ് മനു കളിയാക്കേട്ടോ. ഒന്ന് പോടാ അവിടെ നിന്ന് പറയണ മുത്തശ്ശി. ആ സമയത്താണ് മുത്തശ്ശി മുത്തശ്ശി എന്നൊക്കെ പാട്ടൊക്കെ പാടിക്കൊണ്ട് അലീന അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. പെട്ടെന്ന് ഡോറ് തുറന്ന് അകത്തേക്ക് കടന്നത് മനു നിൽക്കുന്നത് കണ്ടിട്ട് ആകെ അന്തം വിട്ടു പോകട്ടോ. ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് അലീന. മുത്തശ്ശിയെക്കുറിച്ച് ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ട് കഥ പറയും മുത്തശ്ശി, പാട്ട് പാടും മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഡോറ് തുറന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് കയറി പറഞ്ഞു കേട്ടോ. പെട്ടെന്നാണ് മനു അവിടെ നിൽക്കുന്നത് കാണുന്നത്. ആകെ അന്തം വിട്ടു പോവാണ്. മുത്തശ്ശിയും ആകെ അലീനെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. ഇനി നാളത്തെ എപ്പിസോഡിൽ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് വൈജയന്തിയോട് മനു സംസാരിക്കുന്നതും അലീനയ്ക്ക് സപ്പോർട്ടായി സംസാരിക്കുന്നതൊക്കെ ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റോറി ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.